ഇനി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂക്ഷ്മത എത്രമാത്രം ഉണ്ടായി എന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതത്തിൽ കൃത്രിമം വരുത്തിയിട്ടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റബ്ബ് പറയുന്ന ശൈലിയും കൂടി പറഞ്ഞിട്ട് ഞാൻ സമാപിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നാം പറയാത്ത വല്ലതും മുഹമ്മദ് ജനങ്ങളോട് പറഞ്ഞാലോ, ജനങ്ങളോട് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ എന്നോ, അല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ നിങ്ങൾ അല്ലാഹുവോട് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടി കിട്ടും, അതുകൊണ്ട് തവസ്സുലാക്കിക്കോളി ഞാൻ മരിച്ച ശേഷമെന്നോ എന്തെങ്കിലും ഇപ്പോൾ നബി പറഞ്ഞതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ അനാചാരങ്ങൾ, നബി ഈ ദീനിൽ ഇല്ലാത്തത്, റബ്ബ് കേൾപ്പിക്കാത്തത്, റബ്ബ് പറയാത്തത്, നിങ്ങൾ ജനങ്ങളോട് വല്ലതും ഇല്ലാത്തത് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു അവനെ ഞാൻ വലത് കൈ കൊണ്ട് പിടികൂടും. ആരെയാണ് പറയുന്നത്? ഇവിടെ കിടക്കുന്ന ലോക നേതാക്കളുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി വലത് കൈ കൊണ്ട് ഞാൻ പിടികൂടും. എന്നിട്ടോ ജീവനാടിയെ ഞാൻ കട്ട് ചെയ്ത് കളയും, മുഹമ്മദിന്റെ ഞാൻ നശിപ്പിച്ചു കളയും മുഹമ്മദിനെ. അല്ലാഹു പറയാൻ ഞാൻ പറയല്ല, ഖുർആൻ പരിശോധിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് മക്കയിൽ മക്കക്കാർ വന്നിട്ട് എന്തെല്ലാം പറഞ്ഞു നോക്കി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്തെല്ലാം പറഞ്ഞു നോക്കി. അക്കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഒരു ദിവസം നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, ഒരു ദിവസം ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ പൂജിച്ചോളി. അങ്ങനെ പലതും നീക്ക് പോക്കൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ നാട്ടിലൊക്കെ ലേനൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ലേനം കാട്ടാൻ വേണ്ടിയുള്ളതായ ഒരു ചെറിയ പരിശ്രമം അല്ലാഹുവിന്റെ ശൈലികൾക്കുള്ള ഖുർആനിൽ وإن كادوا ليفتنونك عن الذي أوحينا إليك لتفتري علينا غيره وإذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا وإن كادوا ليستفزونك من الأرض ليخرجوك منها إذا لا يلبثون وإذا لا يلبثون خلافك إلا قليلا سنة من قد أرسلنا قبلك من رسلنا ولا تجد لسنتنا تحويلا وإن كادوا ليفتنونك عن الذي أوحينا إليك നിങ്ങൾക്ക് നാം ഇറക്കിത്തന്ന വഴിയിറക്കിത്തന്ന അതിൽ നിന്നിട്ട് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ഒന്ന് തൽക്കാലം ഒരു ലേനത്തിന് വേണ്ടി മാറി തരിക, ഒരു നീക്ക് പോക്കേ ദീനിൽ. അങ്ങനെ നിങ്ങളെ കാട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ സുഹൃത്താക്കി മാറ്റിയെങ്കിലും ഞാൻ നിങ്ങളെ പിടികൂടും, എന്നിട്ട് നിങ്ങളെ ഞാൻ ഡബിൾ ശിക്ഷ ശിക്ഷിക്കും മുഹമ്മദേ. പിന്നെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആരെയും ലഭിക്കുകയുമില്ല മുഹമ്മദേ. ഇതൊക്കെ റബ്ബിന്റെ ശൈലിയാണ്. ആരോട്? ലോക നേതാക്കളുടെ നേതാവായ നമ്മുടെ കണ്ണിലുണ്ടിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയോട്. അതുകൊണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ചതിവില്ലാതെ വഞ്ചിക്കാതെ ഒളിപ്പിച്ചു വെക്കാതെ മതത്തെ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ആ മതത്തിൽ അടിയുറച്ച് ജീവിച്ചാൽ സ്വർഗമുണ്ട് എന്നുള്ള വാഗ്ദാനം ചെയ്യാൻ കാരണം. അതുകൊണ്ടാണ് നാം പറയുന്നത് നബിയുടെ പിന്നാലെ നടക്കലല്ലാതെ ജനങ്ങൾ പറയുന്ന നൂലാമാലകളിലേക്കോ മൗലൂദുകളിലേക്കോ റാത്തീബുകളിലേക്കോ ജന്മദിന ആഘോഷങ്ങളിലേക്കോ മരണ ആഘോഷങ്ങളിലേക്കോ ഓണം കൊണ്ടാടലുകളിലേക്കോ അല്ലെങ്കിൽ ക്രിസ്തുമസ് കൊണ്ടാടലുകളിലേക്കോ എന്തെല്ലാം ലോകത്തിൽ ഇസ്ലാമിലില്ലാത്തത് മുസ്ലിങ്ങൾ ചടങ്ങാക്കി മാറ്റിയിട്ടുണ്ട്, അവകളിലേക്കോ പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളിൽ പെടൂല. അവരുടെ കൗസറിൽ നിന്നിട്ട് കുടിക്കാൻ ചാൻസ് കിട്ടൂല, അവരുടെ ശഫാഅത്തുൽ കൊള്ളാൻ സാധിക്കൂല, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനും സാധിക്കുകയില്ല. പക്ഷേ നല്ല തഖ്വയും നല്ല ത്വാഅത്തൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള അനാചാരം ചെയ്യുന്നവർക്ക്. കാരണം ഇബ്ലീസ് അവർ നിന്നിട്ട് കൈപൊക്കിയത് കൊണ്ട് തന്നെ. കാരണം ഇബ്ലീസിന് ഏറ്റവും 100 സ്ഥാനാർത്ഥികൾ കാട്ടാറുള്ളത് പോലെ പറയുമ്പോഴൊക്കെ പലതും പറയാൻ തോന്നാണ്. സ്ഥാനാർത്ഥികളുടെ പദ്ധതി എന്താണ്? എങ്ങനെയെങ്കിലും കാശ് കൊടുത്തിട്ടോ തള്ളിയിട്ടോ ഉന്തിയിട്ടോ എങ്ങനെയെങ്കിലും ഈ ബൂത്തിലേക്ക് എത്തിക്കണം. എന്തിനാണ്? മൂപ്പർക്ക് വോട്ട് കിട്ടാൻ. ഇനി വല്ല സംശയം വല്ലതിൽ ഉണ്ടായാൽ സ്ഥാനാർത്ഥി അവിടെ പോയിട്ടിരിക്കും ബൂത്തിലെടുക്കൽ. എന്തിനാണ്? അയാൾ എനിക്കെന്നെ ചെയ്തു ഉറപ്പാവാൻ എന്നതുപോലെയാണ് ഇബ്ലീസ് കാട്ടാറുള്ളത്. ആരെ? ആദമിന്റെ സന്തതികൾ. എങ്ങനെയെങ്കിലും 100 നരകത്തിൽ പോയി എന്ന് ഉറപ്പാക്കുന്നത് വരെ, മരണം വരെ നമ്മുടെ കൂടെ കൂടാൻ റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ആളാണ് ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസിന്റെ ശല്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പരിശ്രമിക്കൽ ആദ്യമായിട്ട് ശിർക്ക് ഒഴിവാക്കലിലൂടെയാണ്. അതുകൊണ്ട് ഈ മൗലൂദിന്റെ പേര് പറഞ്ഞ് നടക്കുന്നവര് നിങ്ങൾ ഒരു പക്ഷേ ഞാൻ എല്ലാ സന്ദർഭത്തിൽ ഇവിടെ നടന്ന പ്രഭാഷണത്തിലൊക്കെ പണ്ഡിതന്മാർ ഉണർത്തി കാണും. മൗലൂദിന്റെ A മുതൽ Z വരേക്ക് പരിശോധിച്ചാൽ മിക്ക മൗലൂദുകളിലും ശിർക്കില്ലാത്ത മൗലൂദുകൾ എന്റെ ഓർമ്മയിലില്ല. ഞാൻ ഓതി കാശുണ്ടാക്കിയ മൗലൂദിലും ഇല്ല, ഞാൻ ഓതാത്ത മൗലൂദിലും ഇല്ല എന്നാണ് എന്റെ അറിവ്. മൗലൂദുകളിലും ഇല്ല എന്നാണ് എന്റെ
അറിവ് അല്ലാഹു ഞങ്ങൾക്കും നിങ്ങൾക്കും പുറത്തേരട്ടെ. അതുകൊണ്ട് ശിർക്കിന്റെ ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് ഇബ്ലീസിന് എന്തോ ഒരു സമാധാനം. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ നിസ്കാരം നല്ല ഭക്തിയുള്ള നിസ്കാരമായിരിക്കും, നല്ല തഖ്വയായിരിക്കും, നല്ല താഴത്തായിരിക്കും, നല്ല തൽപ്പാവായിരിക്കും, നല്ല രൂപമായിരിക്കും. അതുകൊണ്ടൊന്നും വഞ്ചിക്കപ്പെട്ടു പോകരുത്. യഥാർത്ഥത്തിൽ ഇബ്ലീസ് അവരുടെ കൈപൊക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? മൂപ്പരുടെ ആളായി എന്ന് ഉറപ്പായി പോയത് കൊണ്ട്. ആര്? ബിദ്അത്ത് ചെയ്തവർ. ഇതൊക്കെ ഞാൻ പറയല്ല. യാക്കൂബ് റളിയല്ലാഹു തആല അൻഹു അൽ-ബസവി എന്നാണ്, ബസവി എന്ന് വായിക്കാൻ വേണമെങ്കിൽ. യാക്കൂബ് അൽ-ബസവി എന്ന ഒരു പണ്ഡിതൻ, ബുഖാരിയുടെ റിപ്പോർട്ടകന്മാരിൽ ഒരു റിപ്പോർട്ടകരാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ താരീഖിൽ മഅരിഫ വ താരീഖ് എന്നൊരു ഗ്രന്ഥം പട്ടണത്തിൽ കിട്ടും. ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇബ്ലീസ് അവരുടെ അടുക്കിലേക്ക് സേനകൾ പോയിട്ട് പറയുന്ന രംഗത്തെ കുറിച്ച്. അപ്പോൾ ഇന്നാളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു, ഇന്നാളെ കൊണ്ട് കളൊടിപ്പിച്ചു, ഇന്നാളെ കൊണ്ട് ഇത് കാട്ടി എന്നൊക്കെ പറയും. നല്ലത് എന്ന് പറയുന്നതാണ്. അവസാനം ഇന്നാളെ കൊണ്ട് വിദ്യാർത്ഥി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളാണ് എന്ന് പറയുന്നതാണ്. എന്താ കാരണം? അതിന് കാരണം തന്നെ ആ ഞാൻ പറഞ്ഞ അതേ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുകയാണ്. കാരണം ഈ വിദ്യാർത്ഥി ചെയ്യുന്ന ആള് വിദ്യാർത്ഥി ചെയ്യുന്നത് ദീനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. വ്യഭിചരിക്കുന്ന ആള് വ്യഭിചരിക്കുന്നത് ദീനല്ല, തെറ്റാണ്, നരകത്തിൽ പോകേണ്ടി വരും, തൗബ ചെയ്തിട്ട് അവ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ന് ഉറപ്പുണ്ട് മൂപ്പർക്ക്. പക്ഷേ വിദ്യാർത്ഥി ചെയ്യുന്ന ആൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നോക്കും, അതിനത്തെ പള്ളിയിൽ നാം സാധാരണ പറയാറുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ ഖബറിന്റെ പരിസരത്തിൽ ചെന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക ഉമർ ഖത്താബ്. ഇതൊക്കെ പറഞ്ഞാലോ അതിലൊന്നും സമാധാനമില്ല. എനിക്ക് അനുഭവമാണ്. ഞാൻ അവിടെ 6 കൊല്ലത്തോളം അതിന്റെ മുമ്പിൽ വർക്ക് ചെയ്ത ആളാണ്. അവിടെ സലാം പറയാൻ പോകുമ്പോൾ കാണുന്ന മൗലവിമാരായിട്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട് 6 വർഷം. എനിക്ക് അനുഭവമാണ്. എന്നിട്ട് അവർക്ക് സമാധാനം എപ്പോഴാണ് ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതിയായി പറയുന്നത്? എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടണം. ആരുടെ? ഈ പോലീസിന്റെയും ഈ മുത്തവ്വഅന്റെ ഇടയിൽ എന്താണ്? കൈ കെട്ട് തള്ളാൻ, എന്നിട്ടോ നെഞ്ചത്തേക്ക് തടയാൻ. അങ്ങനെ നെഞ്ചത്ത് തടങ്ങുമ്പോൾ ശാന്തി ഇറങ്ങുന്നു, സമാധാനം ഇറങ്ങുന്നു. എന്താ കാരണം? വിദേഹത്താണ്. വിദേഹത്താകുമ്പോൾ ശാന്തി ഇറങ്ങാതിരിക്കൂലല്ലോ. ഇബ്ലീസിന്റെ വകയിൽ നിന്നിട്ട് നല്ല ശാന്തി ആലിംഗനം ചെയ്തല്ലോ ദേവതിയെ. അപ്പോൾ ഉണ്ടാകുന്ന ശാന്തി സമാധാനം അതുപോലത്തെ ഇറങ്ങിയതാണത്. മനസ്സിലായില്ലേ? അത് അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നാം ഇത് ഉണർത്തുന്നത്. എന്ത്? നാം ഹൃദയത്തിന് സമാധാനം വന്നു എന്നതല്ല നോട്ടം. റസൂല് പറഞ്ഞു, അതിനു മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ? റസൂൽ പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസ് ഉണ്ടോ? സഹാബാക്കൾ നടപ്പാക്കിയോ? എന്നീ കാര്യങ്ങളാണ് നാം ഇത്തരം കാര്യങ്ങൾ നോക്കേണ്ടത്. അതുകൊണ്ട് നാം ഇസ്ലാമിക മാനദണ്ഡം, ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായിട്ട് വീണ്ടും പറഞ്ഞതിനെ മടക്കി പറയുന്നു. ഈ വിശ്വാസ വ്യതിയാനമില്ലാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായിട്ട് നാം മനസ്സിലാക്കേണ്ടതായ പ്രധാന പോയിന്റുകൾ അത് ഖുർആനാണ്, സുന്നത്താണ്, സലഫ് സാലിഹുകളുടെ മനഹജാണ്. എന്നല്ലാതെ ഹുതാഫാത്തല്ല, മനാമാത്തല്ല, ഇൽഹാമാത്തല്ല. പിന്നെന്താ പറഞ്ഞത്? നാലാമത്തത് ഉച്ചക്ക് ഞാൻ പറഞ്ഞു, മറക്കാൻ പാടില്ലല്ലോ. ഹുതാഫാത്തല്ല, മനാമാത്തല്ല, ഇൽഹാമാത്തല്ല, എന്താ ഹുതാഫാത്ത് എന്ന് പറഞ്ഞാൽ? വിളി കേട്ടു. ഞാൻ ഇങ്ങനെ പോവായിരുന്നു, അവിടുത്തെ ഒരു വിളിവാളം കേട്ടു. വിളിവാളം കേട്ടാൽ ദീന കേട്ടാ ദീനാവൂല. മനസ്സിലായില്ലേ? മനാമാത്ത് എന്ന് പറഞ്ഞാലോ ഒച്ചമി വന്നു പോലും, അങ്ങനെ പദ്യം ചെയ്യും പോലും, അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന്റെ കിനാവ് കണ്ടുപോലും, കിനാവ് കണ്ടപ്പോൾ അത് ദീനായി മാറൂല. അത് അദ്ദേഹത്തിന്റെ കിനാവാണ്, അത് ദീനായി മാറൂല. അത് ദീനിൽ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളാം. അത് ജനങ്ങൾ ഏത് പണ്ഡിതന്മാര് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചാലും ശരി. ചില പണ്ഡിതന്മാര് സത്യം ഉൾക്കൊണ്ട പണ്ഡിതന്മാരാണെങ്കിൽ ഗ്രന്ഥത്തിൽ കഥകൾ പറയും. എന്തിനാണ്? അവർക്ക് മുമ്പുള്ള ആൾ പറഞ്ഞത് കൊണ്ട് വേഗമുള്ള ആൾ പറഞ്ഞു പോകും. അത് സത്യമാണെങ്കിൽ അംഗീകരിക്കട്ടെ, അല്ലെങ്കിൽ തള്ളട്ടെ എന്ന് വെച്ചിട്ട് പറയില്ലായിരിക്കും. അതുകൊണ്ട് ഇന്ന ഇമാമ ഇന്ന ഗ്രന്ഥത്തിൽ ഉത്തുബിയുടെ കഥ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ ഉത്തുബിയുടെ പദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ദീനിൽ തെളിവല്ല കൂട്ടരെ. ദീനിൽ തെളിവ് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? എഴുതി വെച്ചത് തുർക്കികളാണ്. തുർക്കികൾ എഴുതി വെച്ച കൂട്ടത്തിൽ ശിർക്കിന്റെ ഭാഗങ്ങൾ സൗദി ഗവൺമെന്റ് മായിച്ചിട്ടുണ്ട്. ശിർക്ക് വ്യക്തമായ ശിർക്കെല്ലാം തോന്നിയത് കൊണ്ട് ആ ഉത്തുബി എഴുതിയതായ ഉത്തുബിയുടെ പദ്യത്തിലുള്ള ചില ഭാഗം അവിടെ ഒഴിവായി പോയിട്ടുണ്ട്. അതിങ്ങനെ ഫോട്ടോ പിടിക്കുക, എന്നിട്ട് CD-യിൽ വരിക, എന്നിട്ട് അത് കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ എന്ന് പറയാ. ഇതൊക്കെ വശീകരണമാണ്, വഞ്ചനയാണ്. നിങ്ങൾക്ക് അതേ സമയത്ത് തലപൊക്കി നോക്കിക്കൂടെ? അവിടെ അല്ലാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന സൂറത്തുൽ ഖുർആനിലുള്ളതായ വ്യക്തമായിട്ട് അല്ലാഹു പറയുന്നതായ സൂറത്തുൽ കഹ്ഫിലുള്ളതായ ആയത്ത് വെണ്ടേ കഷണത്തിൽ സ്വർഗ്ഗത്തോപ്പിലുള്ളതായ കുബ്ബയുടെ മീതെ എഴുതി വെച്ചിട്ടില്ലേ മനുഷ്യ? അതെന്താണ് അവർക്ക് കാണാത്തത്? അതെന്താണ് നീ വായിക്കാത്തത്? അതെന്തുകൊണ്ട് നടപ്പാക്കാത്തത്? അതൊന്നും വായിക്കൂല, അത് കാണൂല, അത് പറയൂല. പറയുന്നത് എവിടെയോ ഒരു കിനാവ് കണ്ടുപോലോ, ആ കിനാവ് കണ്ടതിന്റെ പദ്യത്തിൽ ഒരു ശിർക്കുണ്ട്, അല്ലെങ്കിൽ തവസ്സുലിന്റെ ഭാഗമുണ്ട് പോലോ,
അതവിടെ തുർക്കി എഴുതി വെച്ചിട്ടുണ്ട് പോലോ, കണ്ടില്ലേ ഇതൊക്കെ മുറിച്ചു വെക്കുകയാണ് ഈ സൗദി ഗവൺമെന്റ് പണ്ഡിതന്മാർ എന്നൊക്കെ, അല്ലെങ്കിൽ സത്യം പറയുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടും. ഇതൊക്കെ യഥാർത്ഥത്തിൽ കണ്ണടച്ച് സത്യത്തിനെ കാണാതെയായി അഭിനയിക്കുന്ന സ്വഭാവമാണ്. അവിടെ നിന്നൊക്കെ വിടണം, അവിടെ നിന്നൊക്കെ നാം ഉയരണം. എന്നിട്ട് സത്യം ഏത് അസത്യം ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് സത്യത്തിന് വേണ്ടി, സത്യം പഠിക്കാൻ വേണ്ടി, സത്യം പറയാൻ വേണ്ടി, സത്യം നടപ്പാക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം. ഇതിനെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു വേദി ഇവിടെ ഉണ്ടാക്കിയതായ എല്ലാ പ്രവർത്തകന്മാർക്ക്, അതുപോലെ തന്നെ പ്രവർത്തകർക്ക് എല്ലാം തക്കതായ പ്രതിഫലം റബ്ബുൽ ഇസ്സത്ത് ഇരുത്തിലും തരത്തിലും നൽകുമാറാകട്ടെ. പ്രയാസപ്പെട്ടുകൊണ്ടാകലേ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനും വിജ്ഞാനങ്ങൾ പകർന്നു തരുവാനും വേണ്ടി വന്നതായ പണ്ഡിതന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഇസ്ലാമിന്റെ അഭിവൃദ്ധി ഒന്നുകൊണ്ട് പ്രബോധനം ചെയ്യാൻ അവർക്കും നമുക്കും അല്ലാഹു ദീർഘായുസ്സ്, ആരോഗ്യം, ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നൽകുമാറാകട്ടെ. അപ്രകാരം പ്രയാസപ്പെട്ടുകൊണ്ട് ഉച്ച മുതൽ ഈ സമയം വരേക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഈ സദ്ദുദ്യമത്തെ വിജയപ്രദമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച നിങ്ങൾക്കുള്ള ഓരോ സഹോദര സഹോദരിമാർക്ക് റബ്ബുൽ ഇസ്സത്ത് തക്കതായ പ്രതിഫലം നൽകട്ടെ. സ്വർഗ്ഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.